വിഷുവായിട്ടിന്ന് നമുക്കൊരു സ്പെഷ്യൽ പാൽപ്പായസം ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം നമുക്ക് 2 കപ്പ് വെള്ളം തിളപ്പിക്കാനായി വെക്കാം. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് 1 ലിറ്റർ പാൽ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്കൊരു ഉരുളിയിലേക്ക് മാറ്റാം. പാൽ തിളയ്ക്കുന്നതിനനുസരിച്ച് നന്നായി ഇളക്കി കൊടുക്കണം. ഈ പാൽ നമുക്ക് 3 വറ്റിച്ചെടുക്കണം. പാൽ നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം വെച്ച പാലിൻ്റെ പകുതിയോളം ആയിട്ടുണ്ട് ഇപ്പം. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ഉണക്കലരി ചേർത്ത് കൊടുക്കാം. അരി വേവാവുന്നിടം വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാവും. അരി വെന്ത് തുടങ്ങുമ്പോൾ നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. ഇതൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം കുറച്ച് കിസ്മിസ് കഴുകിയത് കൂടി അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കിസ്മിസ് റോസ്റ്റ് ചെയ്തതാണ് ചേർക്കുന്നത്. അവസാനമായി 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അമ്പലത്തിലൊക്കെ കിട്ടുന്ന പായസത്തിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനായി ഇതിലേക്ക് നമുക്ക് ഒരു 2 തണ്ട് തുളസി ഇല കൂടി ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്.